മലബാർ ജേണൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന പ്രധാന തീമാണ് യൂണിവേഴ്സൽ മലയാളി എന്ന് പറയുന്നത്. ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായും ഉള്ള അതിർവരമ്പുകളെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയിട്ട് മലയാളികൾ മാറിയിരിക്കുന്നു. മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, കേരളത്തിനകത്ത് തന്നെ അവരൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയായി പരിവർത്തനപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമ്മുടെ ഇതിനകം തന്നെ വിവിധങ്ങളായിട്ടുള്ള ലേഖനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനായിട്ട് ഈ പറയുന്ന ഒരു യൂണിവേഴ്സൽ മലയാളി എന്ന് പറയുന്ന ഒരു മലയാളിയുടെ രണ്ട് പ്രതിനിധികളാണുള്ളത്. അവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് അവരെ ഒരു 10 വർഷത്തിന് മുമ്പാണ് കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. ഓസ്ട്രേലിയയിൽ അവരെത്തിയെന്ന് മാത്രമല്ല, ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഈ മൈഗ്രേഷനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായ രീതിയിൽ മൈഗ്രേഷൻ എങ്ങനെയെല്ലാം സാധ്യമാവും എന്നുള്ള നിലയിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിനെ ഒരു NGO പ്രസ്ഥാനം നടത്തുന്നുണ്ട്. മാത്യൂസ് ഡേവിഡും സുലാൽ മത്തായിയും ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ കൂടെയുള്ള അതിഥികൾ. മലബാർ ജേണലിനോട് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷം. വെൽക്കം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു തീമെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മലയാളി എന്നുള്ളതാണ്. അപ്പം ഈ യൂണിവേഴ്സൽ മലയാളിയുടെ ഒരു പ്രധാന കമ്പോണൻ്റ് എന്ന് പറയുന്നത് പുറത്ത് പോയി നമ്മുടെ ഇതായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മലയാളികളുടെ ഒരു മൈഗ്രേഷൻ്റെ ഒരു ചരിത്രം ഒരു 100 വർഷത്തെങ്കിലും ചരിത്രമുണ്ട്. കേരളത്തിനകത്തുനിന്നും കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും എല്ലാം. അപ്പം എങ്ങനെയാണ് ഈ യൂണിവേഴ്സൽ മലയാളി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നിങ്ങൾ കാണുന്നത്, പുറത്ത് ജീവിക്കുന്ന മലയാളികൾ എന്നുള്ള നിലയിൽ? മലയാളി നമ്മുടെ സ്വത്ത് ഒരിക്കലും എവിടെ പോയാലും മാറത്തില്ല. അതിപ്പോൾ ജനറേഷൻസ് ആയാലും നമ്മൾ ഈ ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്വത്തം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ നോക്കിക്കഴിയുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് വരുന്നത് ആ രാജ്യത്ത് സമാധാനം ഇല്ലാഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അവരൊരിക്കലും തിരിച്ചു പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പെർസ്പെക്റ്റീവ് അങ്ങനെയല്ല. നമുക്കെപ്പോഴും സന്തോഷമാണ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട് നന്നാവണം, ഒരിക്കലും നമുക്ക് നാട്ടിലേക്ക് തിരിച്ച് വന്ന് സെറ്റിൽ ആവണം എന്നൊരു ധാരണയിലാണ് നമ്മൾ പോകുന്നത്. സോ മലയാളികളുടെ ഒരു നന്മ, സ്വത്വം, മലയാളികളുടെ കൾച്ചർ എല്ലാം നമ്മളവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി നമ്മളവിടെ ഒരു കേരളം പറിച്ചു നടുകയാണ് അവിടെ. ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സംസ്കാരവും, കേരളത്തിൻ്റെ എല്ലാ ഫെസ്റ്റിവൽസും, കേരളത്തിൻ്റെ എല്ലാ തനതായ കാര്യങ്ങളും ഒരു പക്ഷേ കേരളത്തെക്കാളും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് വിദേശ മലയാളികളാണ്. ഇത് ഒരു ഭാഗത്ത് നമ്മുടെ ഈ പറയുന്ന മാത്യൂസ് പറഞ്ഞ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി അത് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളല്ലാതെ ഒരു യൂണിവേഴ്സൽ സിറ്റിസനും ആവുന്നില്ലേ? അതായത് അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, നമ്മൾക്ക് ഒരുപാട് പുതിയ അനുഭവങ്ങളുണ്ട്, പുതിയ എക്സ്പീരിയൻസുകളുണ്ട്. അപ്പം ഇത് രണ്ടിനെയും കൂടെ എങ്ങനെയാണ് നമ്മൾ താതാത്മ്യപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്നുള്ളത്? അപ്പം ഇതിനകത്ത് ഈ ഒരു പ്രത്യേക കാര്യം പറയാനുള്ള കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മൾ അങ്ങനെ ഇൻഡൽജ് ആകുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൈഗ്രേഷൻ കഴിയുമ്പോൾ നാച്ചുറലി വരുന്നത്. ഇപ്പം നേരത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഗൾഫ് അല്ലെ അങ്ങനെ അതായിരുന്നു മെയിൻ വിദേശ കുടിയേറ്റമെങ്കിൽ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി ഒരു യൂറോപ്യൻ കൺട്രീസിലോട്ട് ഒരു മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലോട്ട് തന്നെ കാര്യങ്ങൾ മാറി. അപ്പോൾ അങ്ങനെ മാറുമ്പം മറ്റേത് എന്നും തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പിലാണ് പോകുന്നത്. പക്ഷേ ഇന്നത്തെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നില്ല എന്നുള്ളൊരു പ്രോസസ്സിലാണ് പോകുന്നത്. അപ്പോൾ നാച്ചുറലി പണ്ട് നമ്മൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല കൾച്ചറൽ ആസ്പെക്ട്സും ഫുള്ളി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും. കാരണം നമ്മൾക്ക് ആ ഒരു മൊത്തം മാറേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മൈഗ്രേഷൻ പ്രോസസ്സിൽ ഒരു ഇൻറ്റഗ്രേഷൻ ഇല്ലാതെ പറ്റില്ല. ശരിക്കും ഒരു സൊസൈറ്റി ഇൻറ്റഗ്രേഷൻ വേണം. അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ വിഡ്രോ ആയി നമ്മൾ തന്നെ ജീവിക്കുന്ന, അല്ല നമ്മൾ വളരെ ഒരു എന്താ പറയുക, ഒരു ഐസൊലേഷൻ ഉള്ള രീതി കുറച്ചൊക്കെ വരത്തില്ലായിരിക്കും മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ ഇത്ര ആക്റ്റീവായിട്ട്. എങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്വാഭാവിക ഒരു ചേഞ്ച് നമുക്ക് വരില്ല. കാരണം അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ ആക്റ്റീവായിട്ട് ഒരു പാർട്ടിസിപ്പേഷൻ. അതെ.
അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു ചില ട്രെൻഡ്സ് അല്ലെങ്കിൽ ചില ചേഞ്ചസ് വളരെ നല്ലതാണ്. ഒന്ന്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലാണ്. ഒന്ന്, നമ്മൾ കേരളത്തിൽ പഠിച്ച് കേരളത്തിൽ ജനിച്ച്, അപ്പം നമുക്ക് കേരളത്തിൻ്റെ വാല്യൂസും കേരളത്തിലെ ഒരു കൾച്ചറൽ എലമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ വേറൊരു കൺട്രിയിൽ പോയി അവിടുത്തെ കൾച്ചറും അവിടുത്തെ എല്ലാം പഠിക്കുന്നത്. അതല്ലാതെ ഇപ്പം അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിലും സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസ് ഓൾറെഡി ഒരു ജോലിയിലോട്ട്, ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് വരുന്ന ഒരു ഓൾറെഡി ആ സമയമായി. അപ്പോൾ അവരാണ് ഇതിന് നമ്മളെക്കാളും കൂടുതൽ ഇൻ്റഗ്രേഷൻ്റെ ശരിക്കുന്നുള്ള വ്യക്താക്കൾ അല്ലെ എക്സാമ്പിൾസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി അവിടെ സ്ട്രോങ് ആയതുകൊണ്ടും അല്ലെങ്കിൽ ഒരു മതപരമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടും ഒക്കെ ഒത്തിരി ഇതുപോലെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ളത് കാരണം, ഇപ്പോൾ പണ്ടോട്ട് നമ്മൾ പറയുന്നതാണല്ലോ, ഓണം കേരളത്തിലേക്കാളും ഭയങ്കരമായിട്ട് എന്നും ആഘോഷിക്കപ്പെട്ടത് വെളിയിലാണ്, മറുനാട്ടിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉള്ളത് കാരണം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന സെക്കൻഡ് ജനറേഷൻ ഒരു സൈഡിൽ അവർ ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ അവർക്ക് ആക്സെൻറ്റോ അവരുടെ ലാംഗ്വേജ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബാരിയേഴ്സും ഇല്ല. അപ്പോൾ അവർ വെൽ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ സൊസൈറ്റിയാണ്. ഓൺ ദ അതർ ഹാൻഡ് അവർ എല്ലാ സെലിബ്രേഷനും വരും, അല്ലെങ്കിൽ പോണാണേലും അവരുടെയൊക്കെ ആ ക്രിയേറ്റിവിറ്റി ഫുള്ളി ഒരു ആ കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പം കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾക്ക് കാണാം ആ ഒരു ഗ്ലോബൽ മലയാളിയുടെ സെക്കൻഡ് ജനറേഷനിലാണ് നമ്മൾ ശരിക്കും ആ ഒരു ചേഞ്ചസ് നമ്മൾ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വളരെ അഡ്വാൻസ്ഡ് ആയതിൻ്റെ പേരിൽ ആ നിലയിൽ ഇപ്പം ഇപ്പം ഒരു 60s മറ്റോ അമേരിക്കയിലൊക്കെ പോയ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലെറ്റർ എഴുതുക എന്നൊക്കെ ഉള്ളത് ഓണം അങ്ങനെയുള്ളൊരു സാധനമാണ്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നതുമില്ല. ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മളതിനെ സഹായിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ അത് എടുത്ത് പറയേണ്ടത് ഇപ്പം ഈ സെക്കൻഡ് ജനറേഷൻ മലയാളികളുണ്ടല്ലോ, ഇപ്പോൾ കാനഡയിലും ഓസ്ട്രേലിയ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലും. പണ്ടൊന്നും അവർ നാട്ടിലുള്ള കസിൻസുമായിട്ടൊന്നും കണക്റ്റഡ് അല്ല. ഇപ്പം എല്ലാവർക്കും വാട്സപ്പ്, ഫാമിലി ഗ്രൂപ്പുകൾ. അപ്പോൾ കസിൻസ് ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്നാണെങ്കിൽ പോലും മലയാളി പേരൻസിൻ്റെ അവർക്ക് നാട്ടിലുള്ള കസിൻസുമായിട്ട് വളരെ വെൽ കണക്റ്റഡ് ആണ്. ഈ വെക്കേഷൻസ് വരുമ്പോഴത്തേന് ദേ ഈസിലി ഇൻ്റഗ്രേറ്റ് ഇൻ ടു നമ്മുടെ കേരള സിസ്റ്റത്തിൽ. അവരുടെ എപ്പോഴും അവർ എടുത്തു പറയുന്ന സാധനം എൻ്റെ ഹോളിഡേയ്സ് ഇൻ കേരള. അങ്ങനെ ആ കണക്ഷൻ, നമുക്കൊരു കണക്ഷൻ ഉണ്ടല്ലോ, പാരമ്പര്യപരമായ ഒരു കണക്ഷൻ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പോയിന്റാണ്. അപ്പോൾ അങ്ങനെ അവർ ഫസ്റ്റ് ജനറേഷൻ മാത്രമല്ല, സെക്കൻഡ് ജനറേഷൻ മലയാളീസ് ഇപ്പോൾ ബിസിനസ് ഇവിടെ കേരളത്തിലേക്ക് തുടങ്ങുന്നു. അവർക്ക് എൻ്റെ കാര്യമില്ല, ഇവിടെ കേരളത്തിൽ തുടങ്ങുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന പോലും സെക്കൻഡ് ജനറേഷൻ മലയാളികൾ ഉണ്ട്. ശരിക്കും ഇവിടെ ഉള്ള കുട്ടികളും ആ നിലയിൽ ഒരു ഗ്ലോബലി കണക്റ്റഡ് ആണ്. അവർക്ക് അവിടുത്തെ ഒരുപാട് എക്സ്പോഷറും മറ്റ് സംഭവങ്ങളുമായിട്ട് കിട്ടും. അപ്പോൾ ആ നിലയിലാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരുന്നും കൊണ്ടും നമ്മളൊരു യൂണിവേഴ്സൽ സിറ്റിസൺ ആവുന്ന ഒരു പ്രക്രിയ ചേഞ്ചസ് ഉണ്ട്. കാരണം നമ്മളൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം, ഒരു ഡെവലപ്ഡ് കൺട്രികളാണ് ഇതെല്ലാം. നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് പോയി ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ സർവൈവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് നാച്ചുറലി കിട്ടുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട് നമ്മുടെ ആ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന്. നമ്മളതൊക്കെ ഇവിടേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ആഗ്രഹം അതൊക്കെ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു പോയിന്റ്, ചില ഫങ്ഷനിങ്ങിൽ വരുന്ന എഫിഷ്യൻസി, ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള, പലപ്പോഴും നമ്മുടെ ഇവിടെ ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. സിസ്റ്റമിക് ഇൻഎഫിഷ്യൻസിയാണ് നമ്മുടെ ഇവിടെ പലപ്പോഴും ഉള്ളത്. അത് എങ്ങനെയാണ് നിങ്ങൾ കോപ്പി ചെയ്തിട്ടുള്ളത്? നിങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് ഒരു ടെക്നോളജി, സാറിന് എല്ലാവരും ടെക്നോളജി മൈഗ്രൻസ് ആണ് ഇന്ത്യയിലുള്ളത്. നിങ്ങൾ രണ്ടുപേരും ടെക്നോളജി മൈഗ്രൻസ് ആയിരുന്നില്ലല്ലോ ആ നിലയിൽ. അപ്പം അതിൽ ഒരു ചേഞ്ച് പറയാവുന്നത്, ഇപ്പം ഇന്ത്യയിലെ ഒരു പൊതുവായ ഒരു നമ്മളൊരു ആസ്പെക്റ്റ് എടുത്താൽ IT അല്ലെ, ആ ഒരു ചേഞ്ച് ഇന്ത്യയിൽ ശരിക്കും നല്ല ഒരു ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതിനകത്ത് ഒരു ഫാർ അഹെഡാണ്. ഇപ്പം ഏതൊരു വേൾഡ് വെസ്റ്റേൺ കൺട്രീസിനെ എടുത്താലും ആ ഒരു ഇപ്പോൾ ഒരു IT സിസ്റ്റംസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, അത് മറ്റൊന്നും കൊണ്ടല്ല, പല വേൾഡ് വൈഡ് കൺട്രീസിൻ്റെയും IT ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇന്ത്യയിലുണ്ട്. പക്ഷേ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇല്ലാത്ത ഒരു ഫീൽഡ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ ഒരു സിസ്റ്റം ഇതെങ്ങനെ പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബേസിക് ഇവിടുന്ന് ഒരു ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ സൈഡാണ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ സൈഡാണ് നമ്മളിവിടെ മിസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
ഒരു കാര്യം ചെയ്താൽ അത് ഒരു 100% ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്ത് അവരൊരു പ്രോസസ്സ് മാപ്പ് ചെയ്ത് പ്രോപ്പറായിട്ടായിരിക്കും ഒരു എക്സിക്യൂഷനിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം, നമ്മളെപ്പോഴും മിസ് ചെയ്യുന്നത് മൈന്യൂട്ട് പോയിൻറ്റ്സ് ആണ്, അല്ലെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒത്തിരി കാര്യങ്ങൾ നമ്മളങ്ങനെ പ്രോസസ് ഓറിയൻറ്റഡ് അല്ലാത്തത് കാരണം നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ ഇതെല്ലാവർക്കും മനസ്സിലായിക്കോളും, അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഒരു അസംഷനിൽ പോകും. പക്ഷേ ഇവിടുത്തെ ഈ കൺട്രീസിൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു അസംഷൻസ് ആദ്യമേ കൊടുക്കുന്നേ ഇല്ല. അതിനു പകരം അവരുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും അറിയില്ല, ഇത് ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു ബേസിസിലാണ് അവരവരുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഫഷണലായിട്ട് ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴും അത് ബീറ്റ് എനി കൈൻഡ് ഓഫ് ജോബ്, എന്ത് തരത്തിലുള്ള ജോലിയാണെങ്കിലും നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് കിട്ടുന്നത്. ചുരുക്കത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ആപ്ലിക്കബിൾ ഉണ്ടാവും. അതെ അതെ, നമ്മൾ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നതും അവിടെയാണ്. കാരണം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യിക്കും. നമുക്ക് ഒത്തിരി ക്ലയൻസ് കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ അവർ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിയുമ്പം അവർ ആദ്യ ജോലി ഭയങ്കര സ്ട്രഗിളാണ്. കാരണം അവരുടെ പെർസെപ്ഷൻ ഇപ്പോഴും നമ്മുടെ ബാക്ക്ലോഗ് അവിടെ ഉണ്ട്. സോ അവരെ ജോലിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങളുടെ അടുത്ത വരുന്നവർക്ക് സ്ഥിരമായിട്ട് കാണും. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് ഇവർക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ബേസിക്കലി ഒരു ഹാൻഡ് ഹോൾഡിംഗ്. അത് തന്നെ. അതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ് അത് വരുന്നത്, ഏത് നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത്? നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം അത് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ് എന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു സെറ്റിൽമെൻറ്റ്, ഇപ്പോൾ ഒരു പോസ്റ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കൺട്രി പോയാലും ആൾക്കാർക്കുള്ള ഒരു ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽമെൻറ്റ് ടൈം. അപ്പോൾ സെറ്റിൽമെൻറ്റ് പല രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്, നമ്മൾ കുട്ടികൾ ഫാമിലി ആണെങ്കിൽ കുട്ടികളെ സെറ്റാക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി നോർമലി ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റ് ഒരു സ്ട്രെസ്സ് വരുന്നത് അവരുടെ പ്രൊഫഷണൽ സെറ്റിൽമെൻറ്റിനാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഒത്തിരി പേരെ എക്സ്പീരിയൻസ് ചെയ്തു. ഈ ഒരു സെറ്റിൽമെൻറ്റ് അവർക്ക് ഒരു 9 months അല്ലെ 1 year അങ്ങനെ ഒരു സമയം എടുക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുമ്പം പർട്ടിക്കുലർലി ഒരു വികസിത അല്ലെ ഒരു ഡെവലപ്ഡ് കൺട്രിയിലോട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്ലാൻഡ് അപ്രോച്ചാണ്. അപ്പം നമ്മൾ പലപ്പോഴും ആവശ്യത്തിനുള്ള റിസർച്ച് ചെയ്യില്ല. അപ്പോൾ റിസർച്ച് ചെയ്യാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആദ്യത്തെ ഒരു 6 മാസം അല്ലെ 1 വർഷം കൊണ്ടായിരിക്കും നമ്മൾ സിസ്റ്റമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ അത്രയും സമയം നമ്മുടെ പോവാണ്. അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കുക. ഇപ്പോൾ ഒരു 1 to 2 months കൊണ്ട് നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ നമ്മളത് നമ്മൾ കഴിഞ്ഞ് വന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സെറ്റിൽ ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റി. അതിന് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ അക്രഡിറ്റേഷനും ഉണ്ടല്ലേ? അതൊരു ഫണ്ടഡ് പ്രോഗ്രാമാണ്. അതൊരു ഡെവലപ്ഡ് രാജ്യത്തിന്റെ ഒരു ഗുണമാണ്. നമുക്ക് അവർക്ക് എന്തെങ്കിലും ഏരിയയിൽ ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട അതൊന്ന് മീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട അവരത് സഹകരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ സുലാല് പറഞ്ഞ പോലെ നമ്മളവിടെ ചെന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്തു. നമ്മൾ ഈ സ്ട്രഗിൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് പ്രപ്പോസൽ ചെയ്തു, ലോക്ക് ഇങ്ങനെയാണ് നിങ്ങൾ മൈഗ്രേഷൻ നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ട്രഗിളിന് നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇന്ന ഗ്യാപ്പുകൾ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയ വർക്ക് ഫോഴ്സിനെ കിട്ടും എന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ അവരതിന് ഫണ്ട് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായത് വർക്കൗട്ട് ആയി കഴിഞ്ഞപ്പം അവർ ദേ ഹാപ്പി, വി ഹാപ്പി, മൈഗ്രൻസ് ഹാപ്പി. അപ്പോൾ അതിന് ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എംപ്ലോയ്മെന്റ് മാത്രമല്ല, സുലാൽ പറഞ്ഞ പോലെ അതിനുശേഷം മെന്റൽ ഹെൽത്ത് അവിടെ വരുമ്പോൾ ഉള്ള ഒരു കൾച്ചറലി ഷോക്കാണ്. പുതിയൊരു സ്ഥലത്തേക്ക് വരുവാണ്, ഐസൊലേഷനാണ്, ഫാമിലി ഉണ്ടാവില്ല പലപ്പോഴും. എസ്പെഷ്യലി ആദ്യമായിട്ട് പ്രഗ്നൻസി ഒക്കെ അവിടെ അമ്മയും അപ്പനും ഇല്ലാതെ ചെയ്യേണ്ട ഒത്തിരി അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇവർക്കൊരു മാനസികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കാവുന്ന ക്ലിനീഷ്യൻസ് കാണില്ല. അവിടെ വെള്ളക്കാരായിരിക്കും. അവർക്ക് നമ്മുടെ സിസ്റ്റവും നമ്മുടെ കൾച്ചറലും അണ്ടർസ്റ്റാൻഡില്ല. അമ്മ
എന്തിനാ കൂടെ നിൽക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അത് നമ്മൾ പ്രപ്പോസൽ കൊടുത്തു, അതിന് അവർ ഫണ്ട് ചെയ്തു. പിന്നീട് ഈ കോവിഡ് സമയത്ത് നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസി, നമ്മുടെ പേരൻസ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നവർക്ക് ഈ അവിടെയും ഒരു ഏജ്ഡ് ആയിട്ടുള്ള മലയാളി പോപ്പുലേഷൻ ഉണ്ടല്ലോ, 70s മുതൽ മൈഗ്രേഷൻ ഉണ്ട്. മലയാളികൾ മാത്രമല്ല, ഈ ഒരു ഫണ്ടിങ് ഈസ് ഫോർ മൾട്ടി കൾച്ചറൽ പോപ്പുലേഷൻ. സോ പല ആൾക്കാരും അവിടെ മൈഗ്രൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ലിറ്ററസി അങ്ങനെ പല രീതിയിൽ അത് സർവീസ് ചെയ്യും. ഇതിപ്പോൾ എത്ര കാലമായി നിങ്ങൾ തുടങ്ങിയിട്ട്? നമ്മൾ 2018 ഇഗ്നൈറ്റ് പൊട്ടൻഷ്യൽ ഇൻകോപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 6 വർഷമായിട്ട് ഈ സർവീസസ് ഓസ്ട്രേലിയയിൽ കൊടുക്കുന്നുണ്ട്. അത് കൂടുതലും ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലും അത് സ്വീകരിക്കുന്ന മലയാളികളാണോ ഇന്ത്യക്കാരാണോ? അങ്ങനെ നമ്മൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു എത്നിക് ഗ്രൂപ്പിനെയും. സോ ഇതൊരു നമ്മളൊരു പർട്ടിക്കുലർ മലയാളി അസോസിയേഷൻ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ല. ഇതൊരു ഇൻകോപ്പറേറ്റഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പം ഇതിനകത്ത് മലയാളികളായ നമ്മളെപ്പോലെ തന്നെ അയർലൻഡിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും പല രാജ്യത്തു നിന്നുള്ള ഒരു ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലാ എത്നിസിറ്റിക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുകയും അങ്ങനെ നമുക്കറിയാവുന്നവർക്ക് നമുക്ക് കൂടുതൽ സർവീസ് ചെയ്യാൻ പറ്റും. അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞിരുന്നല്ലോ, അതായത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഏതാണ്ട് 50ഓളം എത്നിക് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. 200 ഡയലക്ട്സ് ഉണ്ട് അവിടെ. 200+ ആണ് അവിടെ ലാംഗ്വേജ് മാത്രം. അപ്പൊ അത്രയും തരത്തിലുള്ള വിവിധമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഫിലിപ്പൈൻസ്, തായ്ലൻഡ് ഇതെല്ലാം അവിടെ ഒരുപാട് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അതെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നെല്ലാം റീസണബിൾ ആയിട്ട് പോപ്പുലേഷൻ. ചൈന നമ്മുടെ ഈ റീസെന്റ് ആണ് ഇന്ത്യ ചൈനനെ ഓവർടേക്ക് ചെയ്തത്. നമ്മുടെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ബ്രിട്ടീഷ് ആണ്. സോ രണ്ടാമത് ഇന്ത്യ ഇപ്പൊ ലാൻഡ് ചെയ്തു. ഇന്ത്യൻ പോപ്പുലേഷൻ ഇന്ത്യൻ ഇപ്പൊ എത്ര ഉണ്ടാവും? നമ്മുടെ മലയാളികൾ തന്നെ ഇപ്പം നമ്മൾ 2 വർഷം മുമ്പൊക്കെ 50,000 ആണ്. ഇപ്പോൾ റിസെന്റ് മൈഗ്രേഷനൊക്കെ വെച്ചിട്ട് ഒരു 75,000 1 lakh എങ്കിലും മലയാളികൾ തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പോപ്പുലേഷൻ മോർ ദാൻ 500,000, 5 ലക്ഷത്തിന് മേളിലാണ് ഇന്ത്യൻ പോപ്പുലേഷൻ. ഓർമ്മയില്ല, പക്ഷെ നമ്മളാണ് 500,000 എന്ന് പറയാം. അതെ, 500,000. മൂന്നാമത് ചൈനയാണ്, ദെൻ ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, പിന്നെ ഒരുപോലെ സ്കാൻഡിനേവിയൻ കൺട്രീസ്. എല്ലാ രാജ്യങ്ങൾക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഇതിൽ നമ്മളിപ്പം ഇനി നമ്മളൊരു മൈഗ്രേഷൻ പെർ സേ എന്നുള്ളതിൻ്റെ ഇതിലേക്ക്, കാരണം നിങ്ങൾ ആ നിലയിൽ ചെയ്യുന്ന ഒരാൾക്കാരാണ്. ഇപ്പം നമ്മൾ എന്താണ് ഇപ്പം നമ്മൾ ഒരു സപ്പോസ് ഈ പ്രോഗ്രാം കാണുന്ന ഒരാളിനെ എന്താണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ളത്, ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ലീഗലായിട്ടും മറ്റേതുമായിട്ടുള്ള? ഓസ്ട്രേലിയയിലെ മൈഗ്രേഷൻ അതൊരു ലീഗാലിറ്റി ഉണ്ട്. കാരണം അതൊരു ഞാൻ ഇമിഗ്രേഷൻ ലോ പഠിച്ച 2007 അത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇമിഗ്രേഷൻ ലോ കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സാം കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ തന്നെ പഠിക്കണം. ഓസ്ട്രേലിയൻ സിറ്റിസൺ പെർമനന്റ് റെസിഡന്റ് മാത്രമാണ് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ലോ ഇൻവോൾവ് ആയതുകൊണ്ട്. സോ അങ്ങനെ ഒരു 10 മലയാളികളെങ്കിലും കാണും ഈ ലൈസൻസ് ഉള്ള അവിടെ ഓസ്ട്രേലിയയിൽ. അപ്പം നമ്മൾ ഇമിഗ്രേഷൻ ലോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇമിഗ്രേഷൻ പ്രാക്ടീഷണർ ആവുന്നത്. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ്, ഇവിടുത്തെ കുടിയേറ്റ വകുപ്പ് എന്ന് പറയാവുന്ന അതിൻ്റെ അണ്ടറിലാണ് നമ്മളൊക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഈ ഒരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ഒരു നീഡ് ഉണ്ടാവും. ഇന്ന ഓക്കുപേഷൻസ് 200ഓളം ഓക്കുപേഷൻസ് എല്ലാ വർഷവും അവർ ഒരു ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്ന ഓക്കുപേഷൻസിൽ നമ്മൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ, ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, എക്സ്പീരിയൻസ്, 45 വയസ്സിൽ താഴെ ആയിരിക്കണം, അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് എക്സ്പ്രഷൻ കൊടുക്കുകയും അതുവഴി മൈഗ്രേഷൻ സാധ്യമാവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതെല്ലാം അത് ഓരോ വർഷവും ഈ റിക്വയർമെന്റ് റിവൈസ് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കും? അതെ. ഒരു പ്രധാനപ്പെട്ട ഓക്കുപേഷൻസ് എല്ലാം തന്നെ എപ്പോഴും കാണും. ഫോർ എക്സാമ്പിൾ ഹെൽത്ത്, അലൈഡ് ഹെൽത്ത്. നമുക്ക് ഏറ്റവും കൂടുതൽ നഴ്സസ് ആണല്ലോ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. ഡോക്ടേഴ്സ്, നഴ്സസ്, അലൈഡ് ഹെൽത്ത്, ഓഡിയോളജി, സ്പീച്ച് പത്തോളജി, ലാബ് ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, പിന്നെ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, അങ്ങനെ ഒത്തിരി അതുണ്ട്. അതൊക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് മെയിൻ ആയിട്ട് ഓക്കുപേഷൻസ് ഇഷ്ടം പോലെ നമുക്ക് വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. IT എഞ്ചിനീയേഴ്സ്, അത് നമ്മളുടെ ഓക്കുപേഷൻ ലിസ്റ്റിൽ കൺസിസ്റ്റന്റ്. സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ MSW, ഇവിടെ MSW, BSW കഴിയുന്നവർക്ക് വളരെ വലിയൊരു പോപ്പുലേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ്. ഞാൻ തന്നെ സോഷ്യൽ വർക്കറായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് 2010. അപ്പം ഒരു വലിയൊരു പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അവിടെ ഈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ സർവീസസ് അങ്ങനെയുള്ള മേഖലകളിൽ അങ്ങനെയുള്ള മേഖലകളും ഈ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇപ്പം മാത്യൂസ് പറഞ്ഞ പോലെ ഹെൽത്തും എൻജിനീയറിംഗ് ഒക്കെ ഉള്ള അത്രയും ഡിമാൻഡിലല്ല. അപ്പോൾ ചില ഏരിയാസിൽ മാത്രമാണ്. ഇപ്പം മാത്യൂസ് പറഞ്ഞ ഓക്യുപ്പേഷൻസ് എല്ലാം അക്രോസ് ഓസ്ട്രേലിയ ഡിമാൻഡിലുള്ളതാണ്. പക്ഷേ ഈ 2 രീതിയിലാണ് ഈ മൈഗ്രേഷൻസ്. ഒന്ന് അക്രോസ് ഓസ്ട്രേലിയ, പിന്നെ
ചില സ്റ്റേറ്റുകളിൽ ഇതിൽ ചില ഒക്യുപ്പേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചില സ്റ്റേറ്റുകളിൽ HR അഡ്വൈസർ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് എല്ലാ മിക്ക സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷേ ഒത്തിരി പേര് പഠിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് അല്ലെ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം മറ്റതിനേക്കാളും കൂടുതലായിരിക്കും പോയിന്റ്സ് റിക്വയർമെൻറ്റും. കാരണം മറ്റത് 100 പേരുള്ളപ്പോൾ ഇതിൽ 1000 പേരായിരിക്കും അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്യുപ്പേഷൻസ് ഉണ്ട്. നേരത്തെ അതുപോലെയുള്ള ഒക്യുപ്പേഷൻസിൽ ഓസ്ട്രേലിയയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഇല്ലായിരുന്നെന്ന് പറയാം. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്കില്ല. കോവിഡിന് ശേഷം വലിയ ചേഞ്ച് ആവുന്നത് ഈ മാനേജ്മെന്റിൽ ഈ റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ് HR ഒക്കെ കാരണം സ്ട്രഗിൾ ചെയ്ത സമയം. സുലാൽ HR ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളാണ്. അപ്പൊ മാനേജ്മെന്റ് അപ്പൊ അതിൽ സുലാൽ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ പറയാം. നമുക്ക് ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേരളത്തിൽ. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഏരിയയിൽ രജിസ്റ്റേർഡ് അല്ലാത്ത ഒത്തിരി ഏജൻസികൾ, ഈ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഏജൻസികളാണ് ഇവിടെ പ്ലേയേഴ്സ്. അപ്പം അവരൊക്കെ തന്നെ പറയുന്നത് നിങ്ങൾക്കൊരു ബേസിക് പോയിന്റ് കിട്ടും, ഞങ്ങൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കും എന്നുള്ള. അങ്ങനെയൊന്നും നടക്കില്ല. കാരണം ഇങ്ങനെ എസ്പെഷ്യലി മാനേജ്മെന്റിലൊക്കെ ഈ 65 പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് മൈഗ്രേഷൻ IT ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പൊ അത് ചില കാര്യങ്ങൾ കോമ്പീറ്റന്റ് ആയി കഴിയുമ്പോഴത്തേന് അവർക്ക് പോയിന്റ് റിക്വയർമെന്റ് ഹൈ വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോബ് ഓഫർ ഉണ്ടാവണം, ചിലപ്പോൾ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഇവിടുത്തെ ഉള്ള ഓസ്ട്രേലിയ അവർ ഒരിക്കലും ഓസ്ട്രേലിയ കണ്ടുപോലും ചെയ്യാത്ത, ഓസ്ട്രേലിയയുടെ സ്റ്റേറ്റ് എന്താണെന്ന് പോലും അറിയാത്ത അവർക്ക് അതിനെപ്പറ്റി അപ്ഡേറ്റ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അപ്പം ഞങ്ങൾ ജനറലി പറയാറുണ്ട്, ഞങ്ങളെ സെലക്ട് ചെയ്യണമെന്നല്ല, ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ പോകുമ്പം ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ കൺസൾട്ടൻസ്, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഉള്ള ആൾക്കാരുടെ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഒന്നെങ്കിൽ അവർ പറയും നടക്കത്തില്ല, ഞങ്ങൾ കൂടുതൽ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം നടക്കുന്ന കേസുകൾ നടക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇവിടെ പൊതുവേ ഉള്ളൊരു സാധനം, നിങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാം ശരിയാവുമെന്ന് പറയുന്നതാണ്. അത് എത്രത്തോളം ഇതാണ്? ഭയങ്കര ഫൺ ഫാക്ടറാണ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ സലൂണും ചായക്കടകളുമാണ് ഇത്രയധികം കണ്ടിട്ടുള്ളൂ. ഇപ്പൊ കൊച്ചിയിൽ, തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ജംഗ്ഷനിലും സ്റ്റഡി അബ്രോഡാണ്. സോ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന എല്ലാവർക്കും PR കൊടുക്കുന്ന ഗവൺമെന്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പെർമനന്റ് റെസിഡൻസി ഒരിക്കലും പറഞ്ഞിട്ടില്ല. PR എന്നുള്ളത് നമ്മൾ സ്റ്റുഡന്റ് വിസ ചെയ്യുമ്പോൾ തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ നയം ഒരു വ്യക്തമാണ്. നിങ്ങൾ വന്നു, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ എടുത്തു, തിരിച്ച് നിങ്ങൾ അതേപോലെ പോവുക. പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അതേപോലെ ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് നിന്ന് നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഓസ്ട്രേലിയ തരുന്നുണ്ട്. സെപ്പറേറ്റ് പ്രോസസ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഡേ ടു ഡേ ബേസിസിൽ ഈ കുട്ടികളുടെ പ്രശ്നം കാണുന്നതുകൊണ്ട് പറയാം, ഇവർ റോങ് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യും, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ് സെലക്ട് ചെയ്യും, എന്നിട്ട് അവിടെ എൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റ് ഒരിക്കലും ചിലപ്പോൾ PR-ന് സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കില്ല ഈ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇത്രയും വലിയൊരു ലക്ഷക്കണക്കിന് ലോൺ എടുത്ത് വന്നിട്ട് അവർക്ക് PR കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു വരാനും പറ്റില്ല. കാരണം ലോൺ അടയ്ക്കണം, നാട്ടിൽ പറയാൻ പറ്റില്ല PR കിട്ടുമെന്ന് പറഞ്ഞാൽ പോയേക്കുന്നത്. പിന്നെ അടുത്ത കോഴ്സ് എടുക്കും. ഇപ്പൊ ഗവൺമെന്റ് അത് സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് ഇനി എടുക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ മൂന്നാമത്തെ കോഴ്സ് എടുക്കുന്ന കുട്ടികളും വളരെ അധികം ഉണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് 6-7 വർഷങ്ങളായിട്ട് ഒരു PR ഇല്ലാതെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം PR ആണ് നിങ്ങളുടെ ലക്ഷ്യമെടുത്ത് കോഴ്സിന് ഓസ്ട്രേലിയക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഏജൻസി വഴിയും പൊക്കോ. PR ആണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ ലോ പ്രാക്ടീഷണേഴ്സ്, ഞങ്ങളെപ്പോലുള്ള ഒമാര രജിസ്റ്റേർഡോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ലോയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അവർക്ക് ഫീസ് ഉണ്ടാവാം, നിങ്ങളത് കൊടുത്ത് സംസാരിച്ച് നിങ്ങൾ പറയുന്ന കോഴ്സിന് PR ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരാം. ഇല്ലെങ്കിൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് എല്ലാവരും തിരിച്ചു വരുന്ന പോലെ, UK നിന്ന് തിരിച്ചു വരുന്ന പോലെ ഓസ്ട്രേലിയനും തിരിച്ചു വരേണ്ടി വരും. അത് നേക്കഡ് ട്രൂത്താണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നോർമലി ഒരു PR കിട്ടാനായിട്ട് എത്ര സമയമാണ് ഓസ്ട്രേലിയനൊരു നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ? നമ്മളിപ്പോൾ ഒരു മൈഗ്രൻ്റ് PR പല സബ് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ എംപ്ലോയർ സ്പോൺസർഡ് വിസയാണ്, ഒരു എംപ്ലോയറിന് സ്പോൺസർ ചെയ്യാൻ പറ്റും. അത് വളരെ പെട്ടെന്ന് ഈ കോവിഡിന് ശേഷം നടക്കുന്നുണ്ട്. എസ്പെഷ്യലി നഴ്സസും പിന്നെ ഡോക്ടേഴ്സ്, ഹെൽത്ത് ഒക്കെ 3 മാസം കൊണ്ടൊക്കെ ഔട്ട്കം വരുന്നുണ്ട്. അതേസമയം സ്റ്റേറ്റും ഈ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന വിസകളുണ്ട്. അതിൻ്റെ അകത്തും ഈ പർട്ടിക്കുലർ ഈ 10 ഒക്കുപേഷനോളം ക്രിട്ടിക്കൽ ലിസ്റ്റിലുണ്ട്. അതും ഇതുപോലെ പെട്ടെന്ന് തന്നെ നടക്കാറുണ്ട്. ബട്ട് ജനറൽ ആയിട്ട് 12 മാസം മുതൽ 18 മാസം വരെ ജനറലി നമ്മളൊരു ഡിലേ അല്ല, അതാണ് പ്രോസസ്സിംഗ് ടൈം കാണുന്നത്. അതാണ് ഇമ്മീഡിയറ്റ്ലി വന്നിട്ട് നാളെ ഓസ്ട്രേലിയ കൊണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇറ്റ്സ് എ ലോങ് പ്രോസസ് ഉണ്ട്, ലോങ് ജേർണിയാണ്. ഒരു വർഷം മുതൽ 2 വർഷം വരെയുള്ള ഒരു കാത്തിരിപ്പ് ഇതിനുണ്ട്. ഇതിന് നോർമലി ഒരു എക്സ്പെൻഡിച്ചർ എത്രയായിട്ട് വരും?
ഇതിൽ മെയിനായിട്ട് ഫീസ് വരുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഫീസാണ്, അതായത് വിസയുടെ ഫീസ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഐഡിയൽ കുടുംബം, ഒരു ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളാണെങ്കിൽ മെയിൻ ആരാണോ എലിജിബിൾ ആകുന്നത് അവർക്കൊരു $4,600, ഒരു $2,30,000 ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഡയറക്റ്റ് കൊടുക്കേണ്ട പേയ്മെന്റ് ആണ്. ഹസ്ബൻഡോ വൈഫ് ആരാണോ സെക്കൻഡറി ആപ്ലിക്കന്റ് അവർക്ക് അതിന്റെ പകുതി $1,15,000 വരും. കുട്ടികൾക്ക് അതിന്റെ പകുതി $50,000, $60,000. ഇതാണ് മെയിൻ എക്സ്പെൻസ്. പിന്നെ സ്കിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇനിഷ്യൽ സ്റ്റേജ് ആണ്. ഇവരുടെ സ്കിൽ അവിടെ അസസ് ചെയ്ത് കിട്ടണം. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏതാണോ ആ അസസ്മെന്റ് ബോഡി, അതനുസരിച്ചിട്ട് 50,000 മുതൽ 1,00,000 1,00,000 വരെ പോകുന്ന അസസ്മെന്റ് ബോഡി. അതാണ് മെയിൻ. ഞങ്ങളുടെ ഫീസ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു ഫീസ് ഉണ്ട്. ഞങ്ങൾ ഈ ലൈസൻസ് ആയിട്ടുള്ള എത്ര രൂപ വരെ മേടിക്കാമെന്നുള്ളത് ഞങ്ങൾ സുതാര്യമായിട്ട് പറയുന്നതാണ്. ഞങ്ങൾ ജനറൽ ഇന്ത്യയിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ഒരു മാക്സിമം 1,50,000 രൂപ. അതിന്റെ മേളിലേക്ക് ഓൾ പ്രോസസ്സിന് 3 ഘട്ടമായിട്ടോ 2 ഘട്ടമായിട്ടോ 1,50,000 രൂപയ്ക്കപ്പുറത്തേക്ക് നമുക്ക് മേടിക്കാനുള്ള ലീഗലി നമുക്ക് പറ്റില്ല. അല്ല, ലീഗലി നമുക്ക് അതേ മേടിക്കാൻ പറ്റും. റൈറ്റ് ഉണ്ട്, അതിനുള്ള റൈറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ മൈഗ്രൻസിൻ്റെ ഒരു ജനറൽ പ്രൊഫൈൽ എങ്ങനെയാണ്? അത് ഏത് ഏജ് ഗ്രൂപ്പാണ്, എങ്ങനെയാണ് അത് വരുന്നത്? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? നമുക്ക് വളരെയധികം പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈഗ്രൻസ് ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു നമ്പർ കമ്പാരിസൺ ചെയ്യുമ്പോൾ പെൺകുട്ടികൾ തന്നെ തോന്നുന്നത് ഞങ്ങളുടെ ക്ലയൻസിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവര് ബേസിക്കലി നഴ്സിംഗ് മാത്രമല്ല IT, എഞ്ചിനീയറിംഗ്, അങ്ങനെ അലൈഡ് ആയിട്ട് ഒത്തിരി പ്രൊഫഷണൽസ് വരുന്നുണ്ട്. നഴ്സസ് ഒരു ഫ്ലോ ഉണ്ട്. നഴ്സസിന്റെ ഫ്ലോ ഇപ്പൊ എല്ലാം UK പോയ മലയാളികൾ ആണ് അവിടേക്ക് വരുന്നത്. അതിന്റെ ക്രോസ് മൈഗ്രേഷൻ ഇപ്പം ഇങ്ങോട്ട് UK നിന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഹെൽത്ത് പ്രൊഫഷണൽസ്. അതിന്റെ ഒരു കാരണം ഒന്ന്, ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ് വളരെ നല്ല ക്ലൈമറ്റ് ആണ്. അത് ഒന്നാമത്തെ റീസണാണ്. പേയ്മെന്റ് അവിടെ ഒരു UK-ക്കാളോ കാനഡയെക്കാളോ നല്ലൊരു പേയ്മെന്റ് സിസ്റ്റം ഓസ്ട്രേലിയക്കുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഫാമിലി ലൈഫ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, കൂടുതൽ സമയം, ബാലൻസ് കൂടുതൽ ഓസ്ട്രേലിയയാണ് കൺസിഡർ ചെയ്യുന്നത്. കാനഡയിൽ നിന്നും റിവേഴ്സ് മൈഗ്രേഷൻ കണ്ടമാനം ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അവിടെ സെറ്റിൽഡ് ആയിട്ട് PR ഉള്ള സിറ്റിസൺസ് ആയിട്ടുള്ള മലയാളികൾ കാനഡയിൽ നിന്ന് ഇപ്പം ഓസ്ട്രേലിയക്ക് വരുവാണ്. അപ്പോൾ ഓസ്ട്രേലിയ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ കാണുന്നത്. പിന്നെ നേരത്തെ ഓസ്ട്രേലിയയിലെ ആൾക്കാർ ട്രൈ ചെയ്തപ്പോൾ ഓസ്ട്രേലിയ കുറച്ചുകൂടെ ടഫായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ ആൾക്കാർ നോക്കിയപ്പോൾ ഇതിൻ്റെ ടൈമും എല്ലാം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആൾക്കാർ കാനഡ അല്ലെങ്കിൽ UK, അയർലൻഡ് ഇതുപോലത്തെ രാജ്യങ്ങളിലോട്ട് കുടിയേറി. അപ്പോൾ അവരിപ്പോൾ അവിടെ സെറ്റിലായി, അവരുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് എല്ലാം മീറ്റ് ചെയ്തു. അപ്പോഴാണ് ഓസ്ട്രേലിയയിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അവർക്കതൊരു ഫേവറബിൾ കണ്ടീഷൻ ആയതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല, ഈ പേപ്പർ വർക്ക് ചെയ്യുന്നതിനും രജിസ്ട്രേഷൻ റിക്വയർമെൻ്റ് ഒക്കെ ഇപ്പം ഓസ്ട്രേലിയ, കാനഡ, UK, അയർലൻഡ്, ന്യൂസിലൻഡ് ഇത്രയും കൺട്രീസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയതുകൊണ്ട് അവർക്കൊരു ട്രീറ്റി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അവരവിടുത്തെ എക്സ്പീരിയൻസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ പ്രോസസ്സിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഈസിയാണ് മൈഗ്രേഷൻ. ഈ ഒരു കൺട്രിയിൽ നിന്ന് ഒരു കൺട്രിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കൺട്രിയിലോട്ട് അവരുടെ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യാനും ഇവിടെ ലൈസൻസ് കിട്ടാനും ഒക്കെ. ഈ ഓസ്ട്രേലിയ പോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണോ ന്യൂസിലൻഡ്? ന്യൂസിലൻഡിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കാരണം അതിൻ്റെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ്. അപ്പോൾ അവർക്കൊരു നീഡ്, ഇപ്പോൾ അവിടെ നഴ്സസിന് ആവശ്യമില്ല. ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്ന മലയാളി നഴ്സസിൻ്റെ ജോലി കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഓസ്ട്രേലിയക്ക് വരാനുള്ള ശ്രമം. ഇപ്പോൾ മലയാളി ന്യൂസിലൻഡിൽ എന്ന് പോയാലും നമ്മൾ ജനറലി പറയുന്നത് 80% ഓഫ് ദം വിൽ ബി റീലൊക്കേറ്റിംഗ് ടു ഓസ്ട്രേലിയ. അത് അവരുടെ ഒരു ഡ്രീം ഓസ്ട്രേലിയക്ക് വരിക എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെ അല്ല, കാരണം ഇവിടെയെല്ലാം ചില കക്ഷികൾ വന്നിട്ട് ഇപ്പം ഒരു പുതിയ ഫിനോമിനാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ട് ന്യൂസിലൻഡിലേക്ക് വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മറ്റേതെന്ന് പറഞ്ഞിട്ട് ഈ ആക്ച്വലി ഇങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാർ ചെയ്യാവുന്ന ഒരു ബേസിക് റിസർച്ചാണ് ആ കൺട്രിയുടെ പോപ്പുലേഷൻ എത്രയാണ്, അവരുടെ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് നോക്കാന്നുള്ളൂ. കാരണം ഈ എല്ലാ കൺട്രീസും ഇപ്പോൾ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് സിമിലർലി ന്യൂസിലൻഡിനും ഉണ്ട്. നമുക്ക് വളരെ ഗവൺമെൻറ് തന്നെ അപ്രൂവ് ചെയ്ത് ഗവൺമെൻറ് ഓർഗനൈസേഷനാണത്. നമുക്ക് ഈസി ആയിട്ട് ആ കൺട്രിയിലെ ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ തന്നെ അവർ ക്ലിയർ ആയിട്ട് പറയും അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് കറന്റ്ലി ഉണ്ടെന്ന്. വളരെ ബേസിക് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യാം, പറ്റിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു മലയാളി പോപ്പുലേഷൻ ഉണ്ട് നമുക്ക്. അത് അൺഫോർച്ചുനേറ്റ്ലി അഡ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ എത്ര അവയർനെസ് കൊടുത്താലും അവർ പോയി പൈസ കൊടുക്കും. കാരണം IELTS വേണ്ട എന്ന് പറഞ്ഞിട്ട്
ഒത്തിരി അഡ്വർടൈസ്മെന്റ് ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഓസ്ട്രേലിയക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ള ഫാക്റ്റാണ്. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും ഇവർ മനസ്സിലാക്കത്തില്ല. IELTS പാസ്സാവാതെ നിങ്ങൾക്ക് വരാൻ അങ്ങനെ വരാൻ പറ്റില്ല. അതാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ ഓസ്ട്രേലിയയിൽ സ്വന്തക്കാർ വരെ ഉണ്ടാവും, അവരോട് പറയത്തില്ല. എന്നിട്ട് പൈസ എല്ലാം കൊടുത്ത് തീരുമാനമാകാതെ കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ഈ ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷൻ്റെ ഒരു അല്ലെങ്കിൽ ലാക്ക് ഓഫ് അവയർനെസ് നമ്മുടെ മൈഗ്രേഷൻ്റെ ഡിഫിക്കൽറ്റീസ് അല്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുള്ളൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട മലയാളികളെ നമുക്കറിയാം, ലക്ഷങ്ങൾ. അതുപോലെ ഒരു കുടുംബത്തിൽ തന്നെ 3 പേർക്ക്, ചേട്ടനനിമാർക്ക് 3 പേരും കൊണ്ട് പൈസ കൊടുത്തിട്ട് ഒരവസ്ഥ. അങ്ങനെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട് ഇതിൻ്റെ കാര്യത്തിൽ. കാരണം ഇതൊരു ഓസ്ട്രേലിയ ഈ പറഞ്ഞ പോലെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആകുമ്പം സ്കിൽഡും അൺസ്കിൽഡുമായിട്ടുള്ള പ്രൊഫഷൻസ് ഉണ്ട്. ഇപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ കൊടുക്കുന്ന പരസ്യങ്ങൾ നമ്മുടെ മീഡിയാസ് കേരളത്തിൽ അധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിശ്വസനീയജനകമായ രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ് പോകുന്നത്. ജോബ് ഓഫർ കൊടുത്തിട്ടാണ്. പലപ്പോഴും നമ്മൾ ഈ ഗൾഫുമായിട്ട് വർഷങ്ങളായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ജോലി ഓഫർ കിട്ടി അവിടേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ് പലപ്പോഴും പലരുടെ മനസ്സിൽ കിടക്കുന്നത്. ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രൈമറി മൈഗ്രേഷൻ. എംപ്ലോയർ സ്പോൺസർഷിപ്പ് നടക്കുന്നുണ്ട്, പക്ഷേ അത് എംപ്ലോയറിന് ഭയങ്കര എക്സ്പെൻസീവ് ആയ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള, അവർക്ക് റിയലി നീഡ് ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ചെയ്യത്തുള്ളൂ. അതിന്റെ എല്ലാ പൈസയും വഹിക്കേണ്ടത് എംപ്ലോയർ ആണ്. ഇവിടെ അല്ല. ഇവിടെ നേരെ തിരിച്ചാണ്. ഇതെല്ലാം ഇവരോട് അടയ്ക്കാൻ പറയുക. അങ്ങനെ പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ തന്നെ തട്ടിപ്പാണ്. അവിടുത്തെ സിസ്റ്റമേ അതല്ല. അങ്ങനെയല്ല. ഐ മീൻ അവർക്ക് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിന് ഒരു ഡോക്ടറിന് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലായിരിക്കും റിക്രൂട്ട് ചെയ്യണം. അതിന്റെ മുഴുവൻ ചെലവും ഈ ഫീ മാത്രം, ഇവരുടെ വിസയുടെ ഫീ ഗവൺമെന്റിനുള്ള മാത്രം കൊടുത്താൽ മതി. ഇനി ഞങ്ങളെപ്പോലുള്ള ഏജൻസികളെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഇമിഗ്രേഷൻ ഫേംസിനെ യൂസ് ചെയ്തിട്ടാണ് ഒരു വിസ ലോഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ചാർജും. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അവർക്ക് ചിലവാണ്. പിന്നെ നമ്മുടെ ഒരു മൈഗ്രന്റ് കമ്മ്യൂണിറ്റി അവെയർ ആവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ കൾച്ചറൽ നോംസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ സഹായിക്കുന്നത്? അങ്ങനെ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പറ്റിക്കപ്പെടുന്നു മാത്രം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അവയർനെസ് ഇല്ലാത്തതാണ് ഈ പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ ഇഗ്നൈറ്റ്, നമ്മൾ ഈ പറഞ്ഞ നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെ NGOയുടെ ബിഹാഫിൽ ചെയ്യുന്ന പ്രോഗ്രാമിൽ നമ്മൾ മാത്രമല്ല അതിനകത്തെ ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെയർ വർക്ക് ഓംബുഡ്സ്മാൻ. ഫെയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ എംപ്ലോയ്മെൻറ്റ് ലോ മൊത്തം റെസ്പോൺസിബിളായിട്ടുള്ള ഗവൺമെൻറ് ഏജൻസിയാണ്. അപ്പോൾ നമ്മൾ ഫെയർ വർക്കിൽ അവർക്കറിയാം നമ്മൾ ഇതുപോലെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പാണ് പുതുതായിട്ട് വരുന്ന മൈഗ്രൻസ് അല്ലെ പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസ്. കാരണം അവർക്കറിയാം ഇവരാരും പോയി വെബ്സൈറ്റിൽ പോയി ഇതൊന്നും വായിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരെ ചെയ്യത്തുള്ളൂ എന്നറിയാം. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുമ്പം അവരുടെ തന്നെ സീനിയർ ഡയറക്ടേഴ്സ് വന്ന് നമ്മളുടെ പ്രോഗ്രാമിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ആ ഒരു ഫെയർ വർക്ക്, എന്തൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ് ലോസ്, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് പെയ്ഡ്, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് പാർട്ട് ടൈം, ഫുൾ ടൈം അല്ലെങ്കിൽ കോൺട്രാക്ട്, കാഷ്വൽ. കാരണം ഇവിടെ നമ്മളിപ്പോൾ പല കൺട്രീസിൽ വരുമ്പോൾ ഒറ്റ ടൈപ്പേ ഉള്ളായിരിക്കും എംപ്ലോയ്മെൻറ്റ്. പക്ഷേ ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല, പല രീതിയിലുള്ള എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ഒരു ക്ലാസ് കിട്ടും, ഒരു അവയർനെസ് കൊടുക്കും. അപ്പോൾ അവർ ബേസിക്കലി, പിന്നെ അത് മാത്രമല്ല ഫെയർ വർക്കിനൊക്കെ ഓസ്ട്രേലിയയുടെ ഒരു നല്ലൊരു ഫെയർ സിസ്റ്റം, ഒരു സുതാര്യമായ സിസ്റ്റമാണ്. അപ്പം ഫെയർ വർക്കിന് തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഒരു എംപ്ലോയർ നമ്മളെ എങ്ങനെയും ഒരു മിസ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഹരാസ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അനോണിമസ് ടൂൾ യൂസ് ചെയ്ത് ഫെയർ വർക്കിന് റിപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആരാ എന്താണെന്ന് പോലും അറിയാതെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി വരെ ഓസ്ട്രേലിയയിലുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ എംപ്ലോയീസ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പല കേസിൽ ഇങ്ങനെ കാണുമ്പം മൈഗ്രൻസിൻ്റെ തന്നെ ബിസിനസ്സുകളായിരിക്കും ഇതുപോലെ പുതിയ ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ കാണും. പക്ഷേ ഇപ്പോൾ അത് ഒത്തിരി കുറയുന്നുണ്ട്, കാരണം ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇതുപോലെ ഒരു കാര്യം ഇപ്പം നമ്മൾ ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഇപ്പം നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പരിമിതികളുണ്ട്. അങ്ങനെ നമ്മൾ ഈ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി കണ്ടിട്ടാണ് നമ്മളിതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അവയർനെസ് ഇതുപോലെ നാട്ടിലും കൊടുക്കാം എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവിൽ എത്തിച്ചേർന്നത്. പിന്നെ ഉള്ളത് ചില കൾച്ചറൽ ന്യൂആൻസസ് ആണല്ലോ. ഇപ്പം അവിടുത്തെ
കുട്ടികളോടുള്ള ബിഹേവിയർ, കുട്ടികളും പേരൻസും തമ്മിലുള്ള സാധനങ്ങൾ, അപ്പോൾ ഇത്തരം കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇടപെടാറുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്? നമ്മൾക്ക് ഈ മെൻ്റൽ ഹെൽത്ത് നമ്മൾ പറഞ്ഞല്ലോ, മൾട്ടികൾച്ചറൽ മെൻ്റൽ ഹെൽത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതിൽ ഇതുപോലെയുള്ള ഒത്തിരി കേസസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ അതെ അതിനുള്ള ബോഡിയുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അതല്ല, നമ്മൾക്ക് സഹായിക്കാവുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാവുന്ന കൈൻഡ് ഓഫ് ആണ് ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്കിൽ നമ്മളുടെ കൗൺസിലേഴ്സ് പ്രൊഫഷണലി അവർക്ക് സപ്പോർട്ട് ചെയ്യും. ഇപ്പം കുട്ടികളെ ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ കുട്ടികളെ തല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ അവിടെ. പിന്നെ കുട്ടികളെ തല്ലുന്നത് ശരിയല്ല, അത് ഇവിടെ ആണെങ്കിലും. അതെ അല്ല ഞാൻ പറയുന്നത് നമുക്ക് ഒരു കൾച്ചറലി അക്സെപ്റ്റഡ് ആയുള്ളതാണ് പേരൻസ് കുട്ടികളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെ അത് ഐ തിങ്ക് ഇറ്റ്സ് എ ക്രൈം. അത് എവിടെയാണല്ലോ, ഏത് ഡെവലപ്പ് രാജ്യങ്ങളാണെങ്കിലും കുട്ടികൾ സ്റ്റേറ്റിൻ്റെ കൂടാണ്. ഞങ്ങൾ ഓസ്ട്രേലിയൻ കോൺസെപ്റ്റ് വെച്ചിട്ട് ഏത് ഡെവലപ്പ് രാജ്യങ്ങളും കുട്ടി രാജ്യത്തിൻ്റെ കൂടെ പൗരനാണ്. കാരണം ആ കുട്ടി ആയതുകൊണ്ടാണ് രക്ഷിതാവ് അതിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടത്. രക്ഷിതാവ് അതിനെ കൃത്യമായി പരിപാലിച്ചില്ലെങ്കിൽ രാഷ്ട്രത്തിന് അത് ഏറ്റെടുക്കാനുള്ള അവകാശമുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ. അപ്പം നമ്മുടെ പേരൻസിന് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പലരുടെയും കുട്ടികളെ ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് പലയിടത്തും ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ റീസെൻ്റ്ലി നോർവേയുടെ ആ ഒരു സിനിമ കണ്ടു. അപ്പോൾ അതിൻ്റെ സിമിലർ സിസ്റ്റം അവിടെയുണ്ട്. അതിൽ നമ്മൾ സ്റ്റേറ്റിനെ ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, കാരണം അത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ കുറച്ചുകൂടെ കൾച്ചറലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളുടെ കേസസിൽ അവർ മനസ്സിലാക്കണമെന്ന് നമ്മൾ സ്ഥിരമായി ആവശ്യപ്പെടാറുള്ള കാര്യമാണ്. പൊതുവെ കുട്ടികളെ അടിക്കുകയോ ഇമോഷണൽ അബ്യൂസോ വെർബൽ അബ്യൂസോ അത് വലിയ കേസാണ്. അതേപോലെ തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസ്. ഇവിടെ നമ്മൾ ഭാര്യനെ നമ്മളോ അല്ലെങ്കിൽ തിരിച്ചോ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമില്ലാത്തൊരവസ്ഥയാണ്. അവിടെ അങ്ങനെയല്ല. ഇമോഷണൽ അബ്യൂസോ വെർബൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ നടന്ന നമ്മുടെ മലയാളി അൺഫോർച്ചുനേറ്റ്ലി കപ്പിൾസിൽ പലർക്കും ഇതിനെതിരെ എഗൈൻസ്റ്റ് ആയിട്ട് കേസുണ്ട് അവിടെ. മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ള അവർക്കത് അറിയില്ലായിരുന്നു. ഇതൊരു ആക്സിഡന്റലി ചിലപ്പോൾ അടിച്ചു പോകും, പക്ഷെ വേറൊരാൾ അത് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യും. ഭാര്യയോ ഭർത്താവോ വിളിച്ച് പറയണമെന്ന് നിർബന്ധമില്ല. ഡൊമസ്റ്റിക് വയലൻസ് കണ്ട മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഇൻ സം സ്റ്റേറ്റ്, അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്. വിളിച്ച് പറഞ്ഞാൽ കഴിഞ്ഞു. അതൊരു വലിയ ക്രൈമാണ് അവിടെ. പിന്നെ അവർ വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വിസ റെഫ്യൂസ് ആകാൻ വരെയുള്ള സീരിയസ്നെസ് ഉള്ള ഒരു മാറ്ററാണ് ഈ ഇപ്പോൾ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ ഇത്തരം കേസുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ വിസയുടെ ഭാഗമായിട്ട് ധാരാളം കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ഇൻവോൾവ് ആയ കേസാണെങ്കിൽ അത് ഭയങ്കര കോംപ്ലക്സ് കേസാണ്. അത് നമുക്ക് വിസ റെഫ്യൂസ് ചെയ്ത് ഞാൻ പിന്നെ ട്രിബ്യൂണലിൽ പോകേണ്ടി വരും ഇതിന് വാദിക്കാൻ. അപ്പോൾ അങ്ങനെ പല കേസുകളും ഉണ്ട്. പക്ഷെ എൻ്റെ അത് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് അത് പറയാത്തത്. പക്ഷേ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ മൈഗ്രൻ്റ് ആയി വരുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾ ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഇറ്റ് ഷുഡ് ബി എ മിനിമം അവയർനെസ് ഉണ്ടായിരിക്കും. ഈ ഓസ്ട്രേലിയക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണം. അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നീഡ്. ഒരു രാഷ്ട്രത്തിൻ്റെ ലോ എന്താണെന്നുള്ളത് ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ നീഡാണ്. ഞങ്ങൾ വന്ന് പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അപ്പം നമ്മളുടെ മൈഗ്രൻസ് ഇതിനെപ്പറ്റിയൊന്നും അവെയർ അല്ല. അവിടെ വന്ന ശേഷം അവർ ജോലി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ വീട് മേടിക്കുക അതിലേക്ക് മാത്രം പോകും. ലോ അവർ ഇഗ്നോർ ചെയ്യും. പക്ഷെ എന്തെങ്കിലുമൊക്കെ കിട്ടി. ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. നമുക്ക് ഇവിടെ കാണിക്കുന്ന പോലെ നമ്മൾ 2 എണ്ണം അടിച്ചിട്ട് വണ്ടി ഓടിക്കും, പോലീസ് പിടിച്ചത് എന്നത്തേക്കുള്ള ഹിസ്റ്ററിയാണ്. ഒരു പരിധിക്ക് എബവ് ആണെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ആവും. പിന്നെയും അതിൻ്റെ ലെവൽ എബവ് ആണെങ്കിൽ കോർട്ടിൽ പോകേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ജയിൽവാസം വരെ ഉണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ച മലയാളികളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. നമ്മുടെ ജോലി തന്നെ പോകും പലപ്പോഴും. അതൊരു ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പം കാര്യമായിട്ട് എല്ലാ അസോസിയേഷൻ, എല്ലാ മലയാളികളാണെങ്കിലും എല്ലാ ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ് അസോസിയേഷൻ, ഇങ്ങനെയുള്ള എല്ലാ അസോസിയേഷൻസും ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു ഇപ്പം നമ്മൾ ഈ ഇഗ്നൈറ്റ് പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്ന പോലെ ഒരു പ്രോഗ്രാം അസോസിയേഷൻസ് ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ വളരെ ചുരുക്കി കണ്ടുള്ളൂ. അവർ കൂടുതലും ഒരു സെലിബ്രേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റാണ്, കൾച്ചറൽ സെലിബ്രേഷൻ അല്ലേ, ഓണം അല്ലെങ്കിൽ വിഷു, ക്രിസ്മസ്. അപ്പം അത് വളരെ നല്ല കാര്യമാണ്. അത് ആൾക്കാർക്ക് ഒത്തിരി ആ ഒരു എക്സ്പീരിയൻസ് ഒരു നല്ല മെമ്മറബിൾ ടൈമൊക്കെ കിട്ടും. പക്ഷേ അസോസിയേഷൻസിനൊക്കെ ചെയ്യാവുന്ന കൈകടത്താവുന്ന ഒരു വലിയ മേഖലയാണ് ഈ ഒരു ഫീൽഡ്. നമ്മളുടെ ഒരു സ്ഥായിയായ പ്രശ്നമുണ്ട്. നമ്മൾ ഈ വളരും തോറും പിള്ളേരും തോറും വളരുന്ന സ്ഥലം. അപ്പം അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് പോലും 2-3 മലയാളി അസോസിയേഷൻ വിഘടിച്ചുണ്ടാവുകയും
ഇനി ചർച്ച് വന്ന അവിടെ വിഘടനം നടക്കും. അവിടെ നടക്കും. അതെല്ലാം നമ്മുടെ കുറച്ച് കൾച്ചർ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ അതാണ് ഈ ഒരു മെയിൻ പ്രശ്നം. ആ ഒരു ഏകീകരണം ഒരു മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരു ഓൾ ഓസ്ട്രേലിയ മൊത്തത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. അതൊരു ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. നമ്മളുടെ സൈഡിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ പല വിശ്വാസങ്ങൾ, പല രാഷ്ട്രീയ പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലോ. അത് കാരണം ഒരു ഏകീകരണം കൃത്യമായിട്ട് നടന്നിട്ടില്ല. പക്ഷെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ജനറേഷൻ കുറച്ചുകൂടെ അവെയറാണ്. അപ്പം ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ ഓൾ ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ അത് വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മലയാളി സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. മലയാളികളുടെ കേസിൽ പ്രത്യേകിച്ച് പറഞ്ഞ് മൾട്ടി കൾച്ചറൽ നമ്മൾ സംസാരിച്ച് തുടങ്ങി. അതൊരു ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യത. നമ്മൾ യു എസിലും ഏതാണ്ട് ഒരു പരിധി വരെ യു കെയിലും ഒക്കെ ഇന്ത്യൻ ഡയസ്പൊറ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടൂടെ വന്നിട്ടുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും മലയാളികളും ഓസ്ട്രേലിയയിലും വളരെയധികം ആൾക്കാർ ഇപ്പോൾ അങ്ങനെ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി ഇന്ന് പൊളിറ്റിക്സിലുണ്ട്. ഈവൻ നമ്മൾ എനിക്കൊന്ന് മാത്യൂസ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ തന്നെ അവിടെയുള്ളൊരു മലയാളി അവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്, MLA പൊസിഷനിലോട്ട് മത്സരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ MP ആന്റണിയുടെ സഹോദരന്റെ മകനാണ്. ഓ ശരി, പൊളിറ്റിക്കൽ പാരമ്പര്യമുണ്ട്. അപ്പം ഈ ഇലക്ഷന് പുള്ളി മത്സരിക്കുന്നുണ്ട്. മലയാളികൾ വേറെ പല സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. വിജയം വരിച്ചത് ആരും നമ്മുടെ അറിവിലില്ല. പക്ഷെ ഇന്ത്യൻ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ തന്നെ ഒരു ഇപ്പം അവർക്കറിയാം ഇത് മൾട്ടിക്കൾച്ചറൽ ആൾക്കാരുടെ നീഡ്സ് ഗവൺമെന്റിന്റെ ഫ്രണ്ടിൽ അല്ലെ, അതിന് വേണ്ട പരിഗണന വരണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ആൾക്കാരും വരണം. അപ്പം ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പൊളിറ്റിക്സ് ആ ഒരു ഫീൽഡിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഫൈല് അവർ ഐഡൻറ്റിഫൈ ആണെങ്കിൽ ഗവൺമെൻറ് തന്നെ നമുക്ക് പൊളിറ്റിക്സിലോട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ 1-2 ചെറിയ കോഴ്സസ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഓസ്ട്രേലിയൻ പൊളിറ്റിക്സ്. അങ്ങനെയുള്ള കോഴ്സസിന് അവർ സ്കോളർഷിപ്പോടുകൂടി നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ബേസിക്കലി ഇതുപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെ വളരെ നല്ല ഒരു ഓറിയന്റേഷൻ തരുന്ന ഒരു പ്രോഗ്രാമാണ്. അതെല്ലാം സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് സിറ്റിസൺ ആയിരിക്കണം. ഈ PR-ഉം സിറ്റിസൺഷിപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. വോട്ടിംഗ് റൈറ്റ് ആണ് മെയിൻ ആയിട്ട്. വോട്ടിംഗ് റൈറ്റ് ഇപ്പം പറഞ്ഞ പോലെ ഇലക്ഷൻ ഒരു ഇലക്ഷന് നിൽക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പരമാധികാരമാണ്. അത് തീരുമാനിക്കുന്നത് അവിടുത്തെ പെർമനന്റ് റെസിഡൻസി ഒരിക്കലും റെസിഡന്റ് ആവുന്നുള്ളൂ. ഇപ്പൊ UK നമ്മൾ ഒത്തിരി മലയാളികൾ റെസിഡൻസ് ആണ്, സിറ്റിസൺസ് അല്ല. അപ്പം അവർക്ക് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യണം. പിന്നെ അതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഏരിയകളും, ഇപ്പം ഡിഫൻസ് ഇന്ത്യയിലാണെങ്കിലും സിറ്റിസൺ ആവാൻ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നൊഴികെ ഉള്ളത് ഒഴിച്ചാൽ, ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഏരിയകളിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഈക്വലായിട്ട് ട്രീറ്റ്. ഈ സിറ്റിസൺഷിപ്പ് കിട്ടാൻ എത്ര സമയം എടുക്കും? 4 വർഷം. 4 വർഷത്തെ സ്ഥിരതാമസം, അതിൽ 1 വർഷമെങ്കിലും PR ആയിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 5-ാം വർഷം അവർക്ക് സിറ്റിസൺഷിപ്പിലേക്ക് പോകും. അതാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയൊരു ഗുണം. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന വേറൊരു രാജ്യം നമ്മുടെ ഡെവലപ്ഡ് കൺട്രിയിൽ ഇല്ല. വന്നു കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് സിറ്റിസൺഷിപ്പാണ്. അപ്പം ഇത്രയും നമ്മളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും നമുക്ക് ഇതുപോലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും. താങ്ക് യു സോ മച്ച്.